ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു എളുപ്പക്കറി. എളുപ്പക്കറിക്ക് ഒരു കാര്യമുണ്ട്. ഇന്ന് കറി വെക്കാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഉള്ള സാധനം കൊണ്ട് എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കും അല്ലേ? തന്നെയല്ല, ഭയങ്കര മഴയായിരുന്നു ഇന്ന്. അപ്പൊ കറി വെക്കാനാണെങ്കിൽ ഇവനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ കറി വെക്കാനും പറ്റൂല. മഴ കൊണ്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യാത്ത പോലെ മഴയായിരുന്നു ഇന്ന്. മഴ തോർന്ന ഒരു 5 മണിയൊക്കെ ആണെങ്കിൽ ഇവൻ വന്നപ്പോൾ 8 മണിയായി ഇവൻ വന്നപ്പോൾ. അപ്പൊ വൈകിട്ടത്തൊക്കെ ചോറിന് കറിയില്ല. അപ്പൊ നമുക്കൊരു ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ വന്നിട്ട് കറി വെക്കാൻ. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കറി വെക്കാൻ വേണ്ടി ഓർത്ത് ഞാൻ 3 തക്കാളി, ഒരു സബോള, ഒരു 3, 4, 5, 6 പച്ചമുളക്, ശകല ഇഞ്ചി, പിന്നെ നമ്മൾ അതുപോലെ ഒരു മുറി തേങ്ങ നമ്മൾ ചുരണ്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ അരയ്ക്കാൻ 2 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ പൊടിയാണ് ഇടുന്നത്, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ കറി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് അരിയുന്ന താമസമേ ഉള്ളൂ. അപ്പൊ എളുപ്പം തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കറിയാകും. അപ്പൊ നമുക്ക് ആ എളുപ്പക്കറി എങ്ങനെയാ വെക്കുന്നത് നമുക്ക് നോക്കാം. 3 തക്കാളിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്. തക്കാളിനേക്കാളും ചെറുതാണ് സത്യത്തിൽ സബോള അല്ലെ, ഒരു കൊച്ചു സബോള. പിന്നെ അരപ്പിന് വേണ്ടിയിട്ടാണ് 3 കൊച്ചുള്ളി എടുത്തിട്ടുള്ളത് അല്ലെ. പിന്നെ ഒരു 6 പച്ചമുളക്, ചെറുതാണ് കേട്ടോ, ചെറിയ 6 പച്ചമുളക്. 6 പറയണ്ട, സത്യത്തിൽ നല്ല പച്ചമുളകാണ്, ഒരു 4 പച്ചമുളക് മതി അല്ലെ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയുണ്ട് കേട്ടോ, അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അരിയുന്നത് നമ്മളത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിയുന്നത്. ഇതേ വലിപ്പത്തിൽ. ബാക്കി ഞാൻ അരിഞ്ഞോളാം, അവിടെ വെച്ചാലേ. ഈ വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞതിന് ശേഷം കാണിക്കാം. അത് തന്നെ, കറണ്ട് അങ്ങനെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ തേങ്ങ നമ്മൾ ഇട്ടിട്ട് നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ അരച്ചു കഴിയും. അപ്പൊ ഇതിനകത്ത് അരപ്പിന് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം. തേങ്ങ ഇട്ട് പിന്നെ എന്താ വേണ്ടത്? നമ്മുടെ പൊടിയൊന്നും അല്ല, നമ്മുടെ ഈ ഉള്ളി നമുക്ക് വെറുതെ എങ്ങനെ ഇട്ടാൽ മതി? അരിക്കണം ഉള്ളി. ഇത് മാത്രം അരയ്ക്കണം. ഇതിന്റെ അത് വേറെ പൊടിവർഗ്ഗങ്ങളൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് തേങ്ങ നമുക്ക് അരച്ചു വെക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ തക്കാളിക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരു രീതിയിൽ തക്കാളിക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മൾ സബോള അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കറിക്കൊക്കെ അരിയുന്നത് പോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ട് സബോള അരിഞ്ഞിട്ടുണ്ട്. ഒപ്പം പച്ചമുളക് നടുകെ പിളർന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊരു ശരിക്കും 4 നല്ല പച്ചമുളകാണെങ്കിൽ 4 പച്ചമുളകിന്റെ ആവശ്യമുള്ളൂ. ഇത് കുഞ്ഞു പച്ചമുളകാണ്. പിന്നെ നമ്മളിത് ഒരു അല്പം ഇഞ്ചിയും, ആ വലിയ കഷ്ണം ഇഞ്ചിയൊന്നും നമ്മൾ എടുത്തില്ല, കുറച്ച് ഇഞ്ചിയേ ഉള്ളൂ, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കറിക്ക് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. തേങ്ങ നമ്മളിത് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. തേങ്ങായി 3 ചുവന്നുള്ളി കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി കുക്കിങ്ങിലേക്ക് പോകാം. നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പ വെച്ചിട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഒപ്പം എന്നാ വറ്റൽമുളകും കൂടി ഇടുവാണ് നമ്മൾ. അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ടു. ഒപ്പം നമ്മുടെ സബോളയും അതോടൊപ്പം തന്നെ ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് നമ്മൾ ജസ്റ്റ് വഴറ്റുവാണ്. തക്കാളി മാത്രമേ ഇപ്പൊ ഇടത്തില്ല അല്ലെ. ബാക്കി എല്ലാ സാധനവും നമ്മൾ 1 by 1 ആയിട്ട് അതിന്റെ അകത്തേക്ക് ഇട്ടു. ഇതൊരു എളുപ്പ കൂട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അല്പം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ കറി ഉണ്ടാക്കാൻ താമസിച്ച് എന്താ വെച്ചാൽ അമ്മയ്ക്ക് അത് വയ്യാത്തതുകൊണ്ട് കറിയൊന്നും അമ്മ ഉണ്ടാക്കണ്ട, ഞാൻ വന്നിട്ട് ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കറി ഉണ്ടാക്കാതിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ എളുപ്പക്കൂട്ടം തന്നെ ആയിക്കോട്ടെ. ഇത് മിക്കവാറും നമ്മൾ ഉണ്ടാക്കാറുള്ള ഈസി കറിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കറി, ഈ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഒപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സബോളയൊക്കെ ഒന്ന് പയ്യെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിൻ്റെ മുളക് പൊടി ഇടാൻ പോവാണ്. ഇത് കാശ്മീരി മുളക് പൊടി അല്ല, നോർമൽ മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ആണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത് കുറച്ചിട്ടുള്ളത്, 1/2 ടീസ്പൂണ്. ഒപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? മല്ലിപ്പൊടി വേണം ഇതിന്. യെസ്, മല്ലിപ്പൊടിയും വേണം. അപ്പൊ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ആണ് മുളക് പൊടി ഇട്ടുള്ളത്. മുളക് 2 മുളക് ഉള്ളതുകൊണ്ടാണ് മുളകിന്റെ അളവ് ഇച്ചിരി കുറച്ചത് അല്ലെ. അപ്പൊ അവരവരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ 3/4 സ്പൂണിലേക്ക് വേണമെങ്കിൽ ആക്കാം മുളക് അല്ലെ. തക്കാളി നേരെ ഇടും അല്ലെ. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ഇതിന്റെ അകത്ത് അല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനെ വഴറ്റാൻ പോവാണ് അല്ലെ. ഈ ഒരു സമയത്തെല്ലാം നമ്മുടെ സ്റ്റൗ നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ചേർക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഓക്കെ, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇടാം. അപ്പൊ ഉപ്പൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ഇടുക, എരിവും ഒക്കെ.
അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ഒരു വിരുന്നുകാർ തന്നെ വന്ന് കറിയില്ല, തക്കാളി ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കറിയായി. ഒരു പപ്പടവും. യെസ്, ഇതിന്റെ കൂടെ അത് ഞാൻ പറയാൻ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പപ്പടാണ് അല്ലേ അമ്മേ? അപ്പൊ ഇനി നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ടു അല്ലെ, ഒന്ന് ഫുള്ളിലേക്ക് ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റണം അമ്മേ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി എങ്ങനെയാണ് എന്നിട്ട് നമുക്ക് കാണാം അല്ലേ. ഇത് നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോട് അരച്ച് വെച്ചത് തേങ്ങായും കൂടെ അങ്ങോട്ട് ചേർന്ന് ഒന്ന് ഇളക്കി ചൂടാക്കാവുന്ന. തേങ്ങ ചേർത്തിട്ട് നേരെ മിക്സ് ചെയ്യുവാണ് മീനി. അല്ല, ഇളക്കണം. തേങ്ങയുടെ പച്ചച്ചവയൊന്നും വേണം. പിന്നെ ഇത് തിളക്കണ്ട, നമ്മള് ചൂടുവെള്ളം എടുത്ത് വെച്ചേക്കുന്നത്. വീണ്ടും നമ്മള് ഒന്ന് പയ്യെ ഒന്ന് സിമ്മിൽ ഇട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓരോന്ന് ചേർക്കാൻ നേരത്തെ പെട്ടെന്ന് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് ഫുള്ളിലേക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ചിലപ്പോ അല്ലെ പെട്ടെന്നാകുമ്പോ. അപ്പൊ നമ്മള് തേങ്ങയുടെ പച്ചച്ചവ ഇങ്ങനെ ഒന്ന് മാറ്റണം അല്ലേ മേ? ഒന്ന് വാട്ടി ഇത്രയും മതി. ഞാൻ കട്ട് ചെയ്യാണ്ട ഇത് കാണിക്കുന്ന കേട്ടോ, കാരണം ഇത് ഈസി ആയിട്ട് കറിയായി. അല്ലെ ഒത്തിരി സമയം ഇട്ട് വഴറ്റിയാലും കൊള്ളത്തില്ല അല്ലെ. തേങ്ങ പയ്യെ ഒരു ആവി കയറിയാ മതി. ഒരു ആവി ജസ്റ്റ് വന്നു ഒഴിക്കുക. തേങ്ങ വിറയ്ക്കുന്നുണ്ട് കേട്ടോ, മഴയായിട്ടാ. അപ്പൊ മിക്സി കഴിയ വെള്ളം ഒഴിച്ചു. ഒപ്പം നമ്മൾ ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതിനൊന്ന് മിക്സ് ചെയ്യുവാണല്ലേ. ഒത്തിരി വെള്ളമായ കൊള്ളത്തില്ല. തക്കാളിക്കറി പല രീതിയിൽ വെക്കാം. ഇത് നമ്മുടെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കറിയാണ്, വഴറ്റി ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള ഒരു തക്കാളിക്കറി അല്ലെ. പിന്നെ അപ്പൊ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ടു. അപ്പൊ ഒരു ടീസ്പൂൺ. നമ്മൾ ഏത് കറിക്കും ഉപ്പ് ആദ്യം കുറച്ചിടുക. അത് തന്നെ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഇച്ചിരി നമുക്കിപ്പോ അത്ര ഉപ്പ് വേണമെന്ന് തോന്നുന്നു, അതിലൊരു ശകല ഉപ്പ് നമ്മൾ കുറച്ചിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്കെല്ലാം പാകമാക്കി കഴിയുമ്പോൾ ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഇടാം. പക്ഷെ ഉപ്പ് കൂടിപ്പോയാലും ഒന്നും പിന്നെ ചെയ്യാനൊക്കെ ആ കറിക്ക് ഒരു രുചിയില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് തിളക്കണ്ട കേട്ടോ, ഇത് തിളപ്പിക്കരുത് അല്ലേ. നമ്മൾ തിളച്ച വെള്ളം ആറിച്ചാ ഒഴിച്ചത്. ഓ, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത് അല്ലെ. അത് ആറിയിരിക്കുവായിരുന്നു. അത് ഇച്ചിരി ചൂടാറി. ഇനി ചെറു ചൂടോടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലെ. അടിപൊളി കറി എന്ന് അമ്മ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിൽ തിളയെ വന്നിട്ടില്ല, പയ്യെ ഒരു ആവി ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ചെറിയ ആവി വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. നമ്മുടെ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എളുപ്പക്കൂട്ട എന്തായാലും പെട്ടെന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ. നമുക്കൊരു കരിയാപ്പിലയും കൂടെ മുകളിലോട്ട് ഇടാം. 2-3 കറിവേപ്പില, പച്ച കറിവേപ്പില പയ്യെ ഒന്ന് ഞെരിടിയിട്ട് അല്ലേ, ചെറുതായിട്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൽ മല്ലിയില ഒന്നും ഇടരുതേ. കരിയാപ്പില ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഈ കറിയിൽ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് കൊള്ളത്തില്ലാണ്ടായി പോകുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. മല്ലിയില കൊള്ളത്തില്ല. അപ്പൊ മല്ലിയില ഇടരുത്, കറിവേപ്പില മാത്രം മതി. അപ്പൊ നമ്മുടെ കറി അങ്ങനെ റെഡിയായി അല്ലേ. അപ്പൊ നമ്മുടെ തക്കാളിക്കറി അടിപൊളി കറി. അത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാം ഈ കറി നല്ല രുചിയാണ്, നല്ല രുചിയുണ്ട് ഈ കറി. പച്ചയ്ക്ക് തക്കാളി കറി വെച്ചാൽ കൊള്ളുമില്ല, പക്ഷെ ഇതുപോലെ നമ്മളെല്ലാം കൂടെ വരട്ടിയിട്ട് തക്കാളി കറി വെക്കുമ്പോൾ വേറെ രുചിയാണ്. പക്ഷെ ഇതിങ്ങനെ കറി വെക്കുമ്പോൾ നാളെയും കൂടി ഇരിക്കും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ. പക്ഷെ നമുക്കിതില്ല, നമ്മൾ ഇന്ന് കൂട്ടാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. പപ്പടം ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ. അപ്പൊ നമ്മുടെ ഈ തക്കാളിക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തക്കാളിക്കറി വെച്ച് നോക്കണം കേട്ടോ. നമുക്കിപ്പോ 2 വിരുന്നുകാരൊക്കെ വന്ന് കറിക്കൊന്നും 2 തക്കാളി 1 പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങയുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കറിയാവും. അപ്പൊ അവര് വർത്താനം വരുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. അപ്പൊ നിങ്ങൾക്ക് ഈ തക്കാളിക്കറി ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.